ജോർജ്, എനിക്ക് മൂന്ന് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, ആദ്യം രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉയരേണ്ടത്. ഒന്ന്, എന്തുകൊണ്ട് ഇതൊരു എത്നിക് വാറാണെങ്കിൽ, ഇതൊരു രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വാറാണെങ്കിൽ, എന്തുകൊണ്ട് ഈ ഈ വിഷ്ണുപൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 3-ാം തീയതി കലാപം ആരംഭിച്ചതിന്റെ തൊട്ടടുത്ത് 36 മണിക്കൂറിനുള്ളിൽ അത് ഔട്ടർ വാലിയാണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഹിൽ ഏരിയയുടെ ബൗണ്ടറിയാണ്, കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. അത്രയും ദൂരെ അവിടെ ആക്രമണം നടന്നപ്പോൾ നെക്സ്റ്റ് 36 അവേഴ്സിനുള്ളിൽ ഇംഫാൽ വാലിയിലെ മൈത്തേയി ക്രിസ്ത്യൻസിൻ്റെതായിട്ടുള്ള 249 ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്, പള്ളികൾ. കൂടെ ഒരു കാത്തലിക് ചർച്ചും 5 ഇൻസ്റ്റിറ്റ്യൂഷൻസും 2 സെമിനാരികൾ ഉൾപ്പെടുന്ന മേഖലകൾ എന്തുകൊണ്ട് തകർക്കപ്പെട്ടു? അത് നമ്മൾ ഒന്നാമതായിട്ട് ചോദിക്കേണ്ട ചോദ്യം. രണ്ട്, ഈ കലാപം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ മെയ്തേയി ക്രിസ്ത്യൻ ഭവനങ്ങളിൽ, പ്രത്യേകിച്ചും ഇംഫാൽ വാലിയിലെ മെയ്തേയി ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ഒരു പ്രിന്റഡ് ഫോമുമായിട്ട് കയറി ഇറങ്ങി, നിങ്ങൾ എന്നാണ് ബൈബിൾ കത്തിക്കുന്നത്, നിങ്ങൾ എന്നാണ് തിരിച്ചു വരുന്നത്, നിങ്ങൾ എന്നാണ് തിരിച്ച് ഹിന്ദു സെനാമയിസം ഫോളോ ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു ഗർഭാപ്രസി സ്റ്റൈലിലുള്ള ഫോം കൊടുക്കുന്നത് എന്തിനാ? ഇത് രണ്ട് എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖനായ ഒരു സംഘപരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ നീളമുള്ളതാണ്. ഞാൻ അതിന്റെ ലാസ്റ്റ് പാര മാത്രമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ലാസ്റ്റ് പാര, അതിനകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ പറഞ്ഞു, ഈ 3-ാം തീയതി കലാപം ഉണ്ടായി കഴിഞ്ഞ് 4-ാം തീയതി തന്നെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത് ഒരു ക്രിസ്ത്യൻ ഹിന്ദു കലാപമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവിടെ വാർത്ത കൊടുത്തു. അവരുടെ മുഖപത്രത്തിൽ എഴുതി അവര്. അതേപോലെ തന്നെ ഇവിടെ പ്രതീഷ് വിശ്വനാഥ് ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ്, ഞാൻ അവസാനത്തെ ഒരു ഭാഗം മാത്രം വായിക്കുക. ഓർക്കണം, വിപണിയിലെ 40% ചെമ്പ് ഉത്പാദിപ്പിച്ചിരുന്ന സ്റ്റെർലൈറ്റ് പ്ലാന്റ് അടച്ചുപൂട്ടിച്ച, അത് മിക്കവാറും തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് പ്ലാന്റിന്റെ കാര്യമായിരിക്കും പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തിന് വിഴിഞ്ഞത്ത് തടസ്സം നിൽക്കുന്ന അതേ പാതിരി മാഫിയ തന്നെയാണ് ഇതിന് പുറകിലുള്ളത്. ഇതൊരു എത്നിക് വാറാണെങ്കിൽ എന്തിന് ഈ പ്രതീഷ് വിശ്വനാഥ് ഈ കലാപത്തെ പറ്റി ഇങ്ങനെ എഴുതുന്നു? വീണ്ടും അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, ഗുജറാത്തിലായാലും മണിപ്പൂരിലായാലും ശരി, തദ്ദേശ ജനതയെയും സംസ്കാരത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ തിരിച്ചടിക്കും. പ്രബുദ്ധരല്ലാത്തതിനാൽ അവർക്ക് മതം മാറാനും പ്രീണിപ്പിച്ചു നിൽക്കാനും അറിയില്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ആരോ പറഞ്ഞു പരത്തിയ അഹിംസയുടെ സിദ്ധാന്തമല്ല അനേകായിരം സിംഹകുട്ടികൾ ജനിച്ചു വീണ ഭാരതം എന്ന വലിയ രാഷ്ട്രത്തിലെ ഹിന്ദു സംസ്കാരത്തിനുള്ളത്. അങ്ങനെ ചിന്തിച്ചിരുന്നവർക്കൊക്കെ ആ ധാരണ മാറി തുടങ്ങിയിട്ടുണ്ട്. ജോർജി, ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു, ഇതിനപ്പുറത്തേക്ക് എന്തൊരു തെളിവ് വേണം? നമുക്കിത് എത്നിക് വാറല്ല, ഇതൊരു റിലീജിയസ് പെർസിക്യൂഷൻ ആണെന്ന് തെളിയിക്കാൻ. ഇത് പ്രതീഷ് വിശ്വനാഥ് അദ്ദേഹം എഴുതിയ ഒരു വളരെ നീളമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലാസ്റ്റ് പാരയാണ് ഞാൻ വായിക്കുന്നത്. ഇനി അത് ഞാൻ മൊത്തം വായിക്കാത്തതിന്റെ പേരിൽ ഒരു വിമർശനം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത്. എന്താണ് ഇതിന്റെ പുറകിലുള്ളത്? ഇനി രണ്ട്, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞു, അവിടെ ഈ സ്മാർട്ട് സിറ്റി, ഇംഫാൽ വാലിയെ സ്മാർട്ട് സിറ്റി ആക്കി മാറ്റുന്നതിന് വേണ്ടുന്ന ഒരു സർവേയുടെ പേരിൽ അവിടുത്തെ ഭവനങ്ങളിൽ കയറി ഇറങ്ങി റെഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഈ മെയ്തേയി സമൂഹം തന്നെ, മെയ്തേയി ക്രൈസ്തവരായിട്ടുള്ളവരുടെ വീടുകളിൽ കയറി ഇറങ്ങി അവിടെ ക്രോസ് മാർക്കറ്റ്, റെഡ് മാർക്കറ്റ്, ആ മാർക്കറ്റ് ഭവനങ്ങൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. ആ മാർക്കറ്റ് ചർച്ചുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. ഇനി കുക്കി ഭൂരിപക്ഷ മേഖലയിലേക്കാണെങ്കിലും അവിടെ ആ വില്ലേജുകളോട് ചേർന്ന് എവിടെയെങ്കിലും റെഡ് മാർക്ക് കണ്ടാൽ ഇന്ന് ആ ഗ്രാമങ്ങൾ വിട്ട് അവിടുത്തെ ജനങ്ങൾ ഓടുകയാണ്. കാരണം അവർക്കറിയാം. ഒരു വ്യക്തതയ്ക്ക് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമുക്കറിയാം മെയ്തേയി വിഭാഗത്തിന്റെ ഒരു ഒറിജിൻ ഈ സനാ മഹിസം, ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ആചാരമാണ്. അപ്പോൾ ഈ മെയ്തേയി വിഭാഗത്തിന്റെ ഇടയിൽ ഈ ക്രിസ്ത്യാനിറ്റി വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ മെയ്തേയി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മെയ്തേയി പ്രൈഡ് തിരിച്ചു പിടിക്കാൻ
ഈ മെയ്തേ കമ്മ്യൂണിറ്റി തന്നെയുള്ള ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ഗൂഢാലോചന ആയിക്കൂടെ ഇത്തരത്തിലുള്ള ഈ കലാപം, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന ഈ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം? സ്വാഭാവികമായും പലരും അത്തരത്തിലൊരു സംശയം ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ജോർജ് ഞാൻ അതിലേക്ക് വരാം. അതായത് ഈ മെയ്തേ എന്ന് പറയപ്പെടുന്നത് ഒരു ഗോത്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഗോത്രമല്ല, അവര് ഒരു സമൂഹമാണ്, വൈഷ്ണവ സമൂഹമാണ്, ആ ക്ഷത്രിയ സമൂഹമാണ്. ആ സമൂഹം എങ്ങനെയാണ് അങ്ങനെ ആയിത്തീർന്നത്? ഇവർ സനാമഹിസം പിന്തുടരുന്നവരായിരുന്നു. സനാമഹിസം പിന്തുടരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ മണിപ്പൂരിലുണ്ടായിരുന്നു. ആ മണിപ്പൂർ ദേശത്തേക്ക് 18ാം നൂറ്റാണ്ട് ആരംഭത്തിൽ കടന്നു വന്ന വെസ്റ്റ് ബംഗാളുകാരനായ ഒരു സന്യാസിയിലൂടെ രൂപപ്പെട്ട ഹൈന്ദവ സമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യത്തെ ഒരു കൺവേർഷൻ നമ്മുടെ നാടൻ അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൺവേർഷൻ നടത്തുന്നവരെന്ന് ആരോപിക്കുന്നവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ കൺവേർഷൻ നടന്നത് ആ ബംഗാളിൽ നിന്ന് വന്ന സന്യാസിയിലൂടെയാണ് അവിടെ നടത്തപ്പെടുന്നത്. അങ്ങനെ ഹിന്ദുയിസത്തിലേക്ക് വന്ന ഒരു വിഭാഗം അവിടെ നിൽക്കുമ്പോൾ സനാമഹിസം പിന്തുടരുന്ന വലിയൊരു വിഭാഗവും ഈ മൈത്രി സമൂഹത്തിനിടയിലുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, ഉണ്ട്. ഇനി അങ്ങനെയുള്ള ആ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഈ ക്രൈസ്തവ മിഷണറിമാരുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അനേകർ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരികയും ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരിലും ഒരു 10 to 15% ക്രൈസ്തവ വിശ്വാസികളുണ്ട്. അതും വസ്തുതയാണ്, ആർക്കും തടയാൻ പറ്റില്ല. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വർഗീയതയിലേക്ക് പോകുന്നത്? ഞാൻ അത് മാത്രം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഒരു വർഗീയതയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോർജ് പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വളർച്ച ദ്രുതഗതിയിലാണ്, വളരെ വേഗത്തിലാണ് അവർ. അപ്പൊ ഈ വേഗത്തിലുള്ള വളർച്ചയെ രണ്ടു കൂട്ടരും ഒരേപോലെ ഭയപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ ഹിന്ദു വിശ്വാസം പിന്തുടരുന്ന സനാമയിസ്റ്റുകളായിരുന്ന മൈത്തേക്കാരും സനാമയിസം മുറുകെ പിടിക്കുന്ന ഇന്നത്തെ യുവജനങ്ങളും, ഈ രണ്ട് കൂട്ടരും ആരെ ഭയപ്പെടുന്നു? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയെ ഭയപ്പെടുന്നു. അതിനകത്ത് കൂടുതൽ ഈ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം പിന്തുടരുന്ന മൈത്രി സമൂഹത്തെ കൂടുതൽ അപകടത്തിലേക്കും കൂടുതൽ അവരെ എതിർപ്പിലേക്കും നയിക്കാൻ കാരണം ഈ സനാമയിസം പിന്തുടരുന്ന നല്ലൊരു യുവജന വിഭാഗങ്ങള്, മൈത്രി സമൂഹത്തിലെ വിദ്യാഭ്യാസം നേടിയ നല്ലൊരു വിഭാഗം ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് മാറി അവര് സനാമയിസം പ്യൂർലി ഫോളോ ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ അതിന് വേണ്ടുന്ന മൂവ്മെന്റുകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനിറ്റി ഒരു സൈഡിൽ വളരുന്നു, മറു സൈഡിൽ സനാമയിസത്തിലേക്ക് ഹിന്ദു വിശ്വാസത്തിൽ നിന്നും ആളുകൾ ഒഴുകുന്നു. ഇതിന് രണ്ടിന്റെയും നടുവിൽ ഈ ഹിന്ദു മൈത്രി സമൂഹം അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവര്, അവരുടെ കീഴിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ്സ് നാളുകളായിട്ട് ഇന്ത്യയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം പോലും നേടി പുതിയൊരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗം, അവര് സ്വാഭാവികമായിട്ടും അസ്വസ്ഥപ്പെട്ടു. ആ അസ്വസ്ഥതയിൽ നിന്നും അവർ രക്ഷപ്പെടാൻ വേണ്ടി പതിറ്റാണ്ടുകളായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല നിയമങ്ങൾ കൊണ്ടുവന്നു. അവിടുത്തെ കൾച്ചർ തന്നെ ഈ മണിപ്പൂരിന്റെ കൾച്ചർ മൈത്തേയികളുടെ കൾച്ചറാണ്. മൈത്തേയികൾ എന്നാൽ മണിപ്പൂരിയൻസ് ആണ്, മണിപ്പൂരിയൻസ് എന്നാൽ മൈത്തേരിയൻസ് ആണെന്ന് പറഞ്ഞൊരു കൾച്ചറൽ പോളിസി ഒക്കെ സ്റ്റേറ്റ് കൊണ്ടുവരികയും അതിനെ 33 വരുന്ന ഈ ഗോത്രവർഗക്കാര്, നമ്മൾ വിചാരിക്കരുത് അവിടെ നാഗായും കുക്കികൾ മാത്രമുള്ളതല്ല, 33 ഗോത്ര വിഭാഗങ്ങളുണ്ട് അവിടെ. ഈ 33 വരുന്ന ഗോത്ര വിഭാഗങ്ങൾ ശക്തമായി എതിർത്തു. പിന്നീട് ഈ കുക്കികളും നാഗാസും അല്ലെങ്കിൽ 33 ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്ന മലയോര മേഖലയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ ഈ മൈത്രി സമൂഹം ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവര് ഭരിക്കുന്ന ഗവൺമെന്റിനെ കൂട്ടുപിടിച്ച് ധാരാളം നിയമനിർമ്മാണങ്ങൾ നടത്തി. ആ നിയമനിർമ്മാണങ്ങളൊക്കെ ഈ പറയുന്ന 33 വരുന്ന ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് ഒന്നിച്ചു നിന്നാണ് എതിർത്തത്. അതിന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ നാളുകളായിട്ട് ഇവരിങ്ങനെ ഒരുക്കി കൂട്ടിക്കൊണ്ട് വന്നിരുന്ന ഒരു ഈ മലയോര മേഖല, ഈ ഹിൽ ഏരിയ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവര് ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ വളർന്നു വരുന്ന ക്രിസ്ത്യാനിറ്റിയെ, അത് മലയോര മേഖലയിൽ എന്തുകൊണ്ട് കുക്കികളും നാഗാസും ഇത്ര എതിർക്കുന്നത്? അവർക്ക് വിദ്യാഭ്യാസം കിട്ടി, അവരുടെ സംസ്കാരം മാറി, അവര് കഞ്ചാവ് പോപ്പി പ്ലാന്റേഷൻ എന്നും അവര് മാറി, അവര് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുന്നു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ DGP അടക്കം കുക്കിയാണ്. അങ്ങനെ ഉന്നത തൊഴിൽ മേഖലകളിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ അപ്പർ ക്ലാസ് എന്ന് പറയപ്പെടുന്ന ക്ഷത്രിയ വിഭാഗം എന്ന് പറയപ്പെടുന്ന ഈ വലിയ സമൂഹത്തിന് ഈ ആദിവാസികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ മുമ്പിൽ പോയി നിൽക്കാൻ മടി. അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞു. ഇതിനെല്ലാം കാരണം ക്രിസ്ത്യാനിറ്റിയാണ്. അവിടെ ക്രിസ്ത്യാനിറ്റി വളരുന്നു, നമ്മുടെ വിദ്യാഭ്യാസം കിട്ടുന്നു, ഈ കുക്കികള് അവരുടെ പ്രാകൃത ജീവിത രീതികളിൽ നിന്ന് മാറുന്നു, അവർ സംസ്കാരം മാറി വരുന്നു.
സൗവീനം പോലും എടുക്കാതെ നടന്നിരുന്ന ആളുകളെ തുണി ഉടുക്കാൻ പഠിപ്പിച്ചു. അതിലുപരി അവിടുത്തെ അടിമകളായിട്ട്, അവിടുത്തെ മേലകന്മാരുടെ അടിമകളായിട്ട് ഇൻഫാൽ വാലിയിലെ മറ്റും പാടങ്ങളിലും അവരുടെ പറമ്പുകളിലും പണിയെടുക്കാൻ വിധിക്കപ്പെട്ടിരുന്ന ഈ സമൂഹത്തെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് തൊഴിൽ മേഖലയ്ക്ക് കൈപിടിച്ചുയർത്തി അവരുടെ ജീവിത രീതി മാറി. ഇന്നും ഈ ഗോത്ര സമൂഹങ്ങളെല്ലാം അവരുടെ ഏറ്റവും വലിയ വീടുകള് വലിയ ടിൻ ഷീറ്റ് കൊണ്ട് മറച്ച വീടുകളാണ്. അതിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നെങ്കിലും അതിന്റെ ഉള്ളിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ അവർ പഠിച്ചു. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലേക്ക് അവർ പ്രാമുഖ്യത്തിലേക്ക് വരുന്നു. അവരുടെ കൾച്ചർ മാറി. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മാറ്റം ഈ സമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ക്ലാസ് സമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ട് അവിടെ അവര് ലക്ഷ്യം വെക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ലാതാകണം. ഇനി ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് നാഗാസിനെ അവര് ലക്ഷ്യം വെക്കുന്നില്ല? നാഗാസിനെയും കൂടെ ലക്ഷ്യം വെച്ച് നാഗാസും ഈ കുക്കികളും മൈത്തേ ക്രിസ്ത്യൻസും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുക എന്ന് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് നമ്മളെക്കാളൊക്കെ ഹോംവർക്ക് ഈ കാര്യത്തിൽ വർഷങ്ങളായിട്ട് നടത്തിയ ഭരണകൂടത്തിന് അറിയാം. അവിടുത്തെ ഭരിക്കുന്ന സർക്കാരിന് അറിയാം. നാഗാസിനെ, പ്രോമിനന്റ് ആയിട്ടുള്ള നാഗാസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കുക്കികളും മൈത്തേ ക്രിസ്ത്യൻസും കൂടെ സംഘടിതമായിട്ട് ആ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ, ഈ ജനൂസൈഡിനെതിരെ സംഘടിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിലെ കലാപം ഒരു ദിവസം കൊണ്ട് തീർന്നേനെ. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീ ജസ്റ്റിൻ, ഈ നാഗ വിഭാഗം ഇപ്പോൾ ഈ രണ്ട് കൂട്ടർ കലാപത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് പാർട്ടീസ് മെയ്തി കുക്കി വിഭാഗമാണ്. അപ്പോൾ തീർച്ചയായും ഒരു മധ്യസ്ഥ ശ്രമത്തിന് അല്ലെങ്കിൽ ഈ ഒരു സമാധാനം സംജാതമാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റോള് ഈ നാഗ കമ്മ്യൂണിറ്റിക്കുണ്ട്. അവർ തീർച്ചയായും കലാപത്തെ അപലപിച്ചിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ക്രിട്ടിക്കൽ റോള് ഈ ഒരു ഘട്ടത്തിൽ ഈ നാഗ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് അവർ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം ഈ നാഗ കമ്മ്യൂണിറ്റിക്കില്ലേ? പക്ഷെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല ശ്രീ ജസ്റ്റിൻ? ജോർജ്, അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അവര് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ വിസിറ്റ് ചെയ്തതിൽ പല സ്ഥലത്തും ഈ മൈത്തൈ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾക്കും ഈ കുക്കി ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാം അഭയം നൽകുന്ന നല്ലൊരു ശതമാനവും അഭയകേന്ദ്രങ്ങൾ ഈ നാഗാസാണ് നടത്തുന്നത്. ഇനി ഏകദേശം 10ഓളം പ്രതിപക്ഷ സംഘടനാ നേതാക്കന്മാരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുള്ള നേതാക്കന്മാരും ട്രൈബൽ ലീഡേഴ്സും ഡൽഹി പോയി 10 ദിവസത്തോളം തമ്പടിച്ചു കിടന്നു. അവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് കാണാൻ. ആ കൂടെ ഈ നാഗാസും ഉണ്ടായിരുന്നു, നാഗ ട്രൈബ്സിന്റെ ലീഡേഴ്സും ഉണ്ടായിരുന്നു. കാരണം അവർക്കറിയാം ഞങ്ങൾ നേതൃത്വം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ മുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്ന് കാണാൻ, അവരൊന്ന് കേൾക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ സംസ്ഥാനത്തെ ചീഫ് മിനിസ്റ്റർ പോലും തയ്യാറാവാതെ വന്നതാണ് ഈ ദുരന്തത്തിന് മുന്നോട്ട് പോകാനുള്ള കാരണം.